പ്രോഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഹോം പേജിൽ തന്നെ എല്ലാ കാറ്റഗറിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഫോൺ കേസ് ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഫോൺ കേസ് തന്നെ നമ്മുടെ 3 മോഡലുണ്ട്. ഹാർഡ് കേസ് ഉണ്ട്, ഗ്ലാസ് കവർ ഉണ്ട്, റബ്ബർ കവർ ഉണ്ട്. ഹാർഡ് കേസ് ഡിസൈൻ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ കമ്പനി സെലക്ട് ചെയ്യുക. ഞാൻ സാംസങ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിന് മോഡൽ നമ്പർ സെലക്ട് ചെയ്യുക. നമ്മുടെ സാംസങ്ങിന്റെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫോൺ കവർ എല്ലാം നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫോൺ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു A01 ആണ് സെലക്ട് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ നമ്മൾ ഒത്തിരി മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ 2 ഫോട്ടോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനൊരു ഇതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഇതിന്റെ അടിയിൽ, ഓരോ ഡിസൈൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതേപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ഓപ്പൺ ആയിട്ട് കിട്ടും. അവിടെ ഫോട്ടോ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറിയിൽ നിന്നൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ആയ ശേഷം ഓട്ടോമാറ്റിക് നമ്മുടെ കവർ സെറ്റ് ആവും. നമുക്ക് വേണ്ട രീതിയിൽ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കവറിന്റെ 4 സൈഡ് നമ്മൾ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ എല്ലാം ഫില്ലായിരിക്കണം ഫോട്ടോ, അല്ലെങ്കിൽ നമുക്ക് കവറിൽ ഫുള്ളും പ്രിന്റ് ആയിട്ട് വരിക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ബൈ നൗ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ ഈ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിലൊക്കെ കുറച്ച് ക്യാമറ കുറച്ച് വലുപ്പമാണ്. അങ്ങനെയുള്ള ഫോണിലൊക്കെയാണ് ഈ ഫോട്ടോ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കുറച്ച് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡിസൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വേണ്ടിയൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതതിൻ്റെ ടോപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഫോട്ടോ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് താഴെ കൊടുത്തിട്ട് മുകളിൽ വരുന്ന ഭാഗം, ക്യാമറക്ക് വരുന്ന ഭാഗം ഇതുപോലുള്ള ഡിസൈൻ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതേപോലെ തന്നെ നമ്മളിത് ഫോട്ടോ അല്ല യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ വേണേൽ ഫോട്ടോ സ്ഥാനത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിസൈൻ എന്നൊരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വേണ്ടിയൊരു ഡിസൈൻ സെലക്ട് ചെയ്യുക. നമ്മൾ കുറച്ച് ഡിസൈൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻ ഇതിനകത്ത് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് കീ ചെയിനിലാണെങ്കിൽ 2 സൈഡിൽ പ്രിന്റ് വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മറ്റു സ്ഥലത്തേക്കും ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 സൈഡിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ ബൈ നൗ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു വട്ടം ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസൈൻ ചെയ്ത്. പക്ഷേ അത് പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ കാർട്ടിൽ ഇതേപോലെ കാണിക്കുക 2 പ്രൊഡക്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടാത്തത് നമ്മൾ ഡിലീറ്റ് കളയുക, അല്ലെങ്കിൽ 2 പേയ്മെന്റ് ഒന്നിച്ച് കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടിയ പ്രൊഡക്റ്റ് പ്രൊസീഡ് ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ വെബ്സൈറ്റും ഉള്ള പോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ചെയ്യാം. അല്ലാതെ തന്നെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ, നെറ്റ് ബാങ്ക് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി മോഡിലേക്ക് മാറ്റാം. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ 50 രൂപ അഡ്വാൻസ് ആയിട്ട് അയക്കണം. ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അയക്കുള്ളൂ. ഇത് പ്രിന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. എല്ലാ പ്രൊഡക്റ്റും 50 രൂപ അഡ്വാൻസ് വാങ്ങും. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. എല്ലാ പ്രൊഡക്റ്റും ഇതേപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ആയതിനു ശേഷം നമ്മുടെ മെയിലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും, വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുമ്പോഴും അതിൻ്റെ മെസ്സേജ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സെൻഡ് ആയി കിട്ടുന്നതാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. അതല്ലെങ്കിൽ ഗൂഗിളിൽ ഗിഫ്റ്റ് ഷോപ്പിംഗ് സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. പിന്നെ വന്നിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്പ് ഉണ്ട്. ആപ്പിൽ ഗിഫ്റ്റ് ഷോപ്പിംഗ് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കാണും. അതിൻ്റെ ഇടയിലെ കസ്റ്റമറിലെ കമന്റുകൾ കാണാൻ സാധിക്കും.
പിന്നെ വന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ ഗിഫ്റ്റ് ഷോപ്പി എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്. അത് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ അടിയിലും കമന്റുകൾ കാണാൻ സാധിക്കും. ഞാനിതിവിടെ കാണിക്കുന്നത് പറഞ്ഞാൽ പലരും വന്ന് ചോദിക്കും, ഇപ്പം നമ്മൾ ഓൺലൈൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, അപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒന്ന് എടുത്ത് കാണിക്കുന്നത്.